ആയിട്ട് നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള 3 പാവപ്പെട്ട പെൺകുട്ടികൾ അവരുടെ സഹോദരനും അടക്കം അച്ഛനമ്മമാർ കൊടുത്ത കൺസെന്റ് ലെറ്റർ സമ്മതപത്രവും ആധാർ കാർഡുമായിട്ടാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. അവിടെ എത്തുമ്പോൾ ബജ്രംഗ്ദൾ പ്രവർത്തകർ ഈ കന്യാസ്ത്രീ വേഷത്തിലെത്തിയ 2 പേരെ കാണുന്നതോടുകൂടി സംശയത്തോടുകൂടി ഇവരുടെ പിന്നാക്കം ചെല്ലുന്നു. അതിന് തൊട്ടു മുമ്പ് ടി ഇവരുടെ ടിക്കറ്റ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് കന്യാസ്ത്രീകളുടെ കൈകളിലാണെന്ന് പറയുന്നു. അപ്പോൾ ഇവരെ തടഞ്ഞു നിർത്തി ടി ഉടൻ തന്നെ ബജ്രംഗ്ദൾ പ്രവർത്തകരെ വിവരം അറിയിക്കുകയാണ്. അങ്ങനെയാണ് ബജ്രംഗ്ദൾ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുന്നതും ഇവരെ ചോദ്യം ചെയ്യുന്നതും. നോക്കൂ, നമ്മളുടെ ഈ രാജ്യത്ത് നമ്മളുടെ പൗരത്വം തെളിയിക്കാൻ നമ്മൾ പ്രായപൂർത്തിയായതിനു ശേഷം എങ്ങോട്ട് പോകുന്നു എന്ന് ആരെയൊക്കെ ബോധ്യപ്പെടുത്തണം. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അത്തരമൊരു ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരായത് ഈ 2 കന്യാസ്ത്രീകൾ മാത്രമല്ല, പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും എന്ന 2 പേർ മാത്രമല്ല, ആ 3 പെൺകുട്ടികളും ഒപ്പം അവരുടെ കൂടെ വന്ന സഹോദരനും അടക്കുന്നവർ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വരികയാണ്. എന്നിട്ട് അവർക്ക് ഈ പറയുന്ന രീതിയിൽ ആധാർ കാർഡ് പരിശോധിക്കുക, സമ്മതപത്രം പരിശോധിക്കുക, വീട്ടിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ഈ രക്ഷിതാക്കൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് ഈ 3 പേർ പോകുന്നത്. അവർ ആഗ്രയിലുള്ള ഒരു ആശുപത്രിയിലും മറ്റൊരു ഓഫീസിലുമായിട്ട് ഈ സഭയുമായി ബന്ധപ്പെട്ട ഓഫീസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പോവുകയാണ്, അവിടെ ജോലിക്ക് വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ അതിന് ബജ്രംഗ്ദൾ പ്രവർത്തകർക്ക് സാക്ഷ്യം കൊടുക്കണം എന്നുള്ളതാണ്. എന്നിട്ട് പോകാൻ അനുവദിക്കുന്നില്ല. ആ 2 പേർക്കും എല്ലാവിധ സമ്മതപത്രങ്ങളുമുണ്ട്. അതായത് ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ദുര്യോഗമാണിത്. നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കിൽ ഇന്ത്യയിലെ ഒരു പൗരന് അല്ലെങ്കിൽ ഒരു പൗരയ്ക്ക്, ഒരു വൈദികന്, ഒരു കന്യാസ്ത്രീക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ആധാർ കാർഡും ഒപ്പം തന്നെ സമ്മതപത്രവും വയ്ക്കേണ്ടി വരുന്നു എന്നുള്ളത് ബജ്രംഗ്ദൾ പ്രവർത്തകർക്ക് മറുപടി കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ പോകാൻ കഴിയേണ്ടി വരുന്നു എന്ന സാഹചര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ പറയുന്നത് പോലെ തിരുവസ്ത്രമിട്ടുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നതാണ് വസ്തുത. അത് കണക്കുകളിലൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ കണക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട കണക്കെന്ന് പറയുന്നത് 2014 മുതൽ 2024 വരെയുള്ള 10 വർഷക്കാലം മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം 8 മടങ്ങായിട്ടും 6 മടങ്ങായിട്ടും പലയിടങ്ങളിൽ അതിക്രമങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. 2014 യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചു 127 അതിക്രമങ്ങളാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ മിഷണറിമാർ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും പള്ളികൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. 2014 127 ഓൺ ആൻ ആവറേജ്. 2024 വരുമ്പോഴേക്കും അത് 834 വർദ്ധിക്കുന്നു. എത്ര മടങ്ങാണെന്ന് ആലോചിക്കൂ. 5 മടങ്ങോളം വർധനമുണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നത് മനസ്സിലാക്കണം. ഇവിടെയാണ് ഹൈന്ദവ ദേശീയതയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങളെ ആഭ്യന്തര ശത്രുക്കളായി കണക്കാക്കിക്കൊണ്ട് RSSന്റെ 2ാം സർസംഘചാലകായ ഗോൾവാൾക്കർ എഴുതിയിരിക്കുന്ന വിചാരധാരയിലെ 217 മുതൽ 242 വരെയുള്ള പേജുകളിൽ ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് വിചാരധാരയൊന്നുമല്ല, ബെഞ്ച് ഓഫ് തോട്ടൊന്നും അല്ല, ഞങ്ങൾ മാറിയിരിക്കുന്നു. എന്തു മാറി എന്നാണ് പറയുന്നത്? ബെഞ്ച് ഓഫ് തോട്ടിൽ പറയുന്നത് പോലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ആഭ്യന്തര ശത്രുക്കളാണെന്നും രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ കരുതിയിരിക്കേണ്ടത് ഇവരെയാണെന്നും പറയുന്ന ഒരു ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്ന സംഘപരിവാറിന്റെ ഫ്രിഞ്ച് എലമെന്റുകളായ ഹിന്ദു ജാഗരൺ മഞ്ച്, ബജ്രംഗ്ദൾ, ഹനുമാൻ സേന, ഈ സംഘടനകളാണ് ക്രിസ്തീയ സമുദായത്തിനെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം അടിച്ചുവിടുന്നത്. അവർക്ക് രാഷ്ട്രീയ പേട്രണേജ് കൊണ്ട്, അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നതാവട്ടെ BJP ഗവൺമെന്റുമാണ് ഓരോ ഇടങ്ങളിലും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, BJP അധികാരത്തിലെത്തിയ നാൾ മുതൽ കഴിഞ്ഞ 10 വർഷക്കാലം 127 നിന്ന് 834 എന്ന കണക്കിലേക്ക് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. ഞാനൊരു സ്ഥലം പറയാം. ഇത് ഛത്തീസ്ഗഡിലാണല്ലോ. ബസ്തർ ജില്ലയിലുള്ള ഒരു ഗ്രാമമുണ്ട്, മെൽബദ എന്ന് പറയുന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയുടെ മൃതദേഹം ക്രിസ്ത്യൻ ഗ്രൗണ്ടിൽ നിന്ന്, അവിടെ അവരെ ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങൾ സംസ്കരിക്കുന്ന ഒരു ഇടമുണ്ട്, സെമിത്തേരിയുണ്ട്. ആ സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് സംസ്കരിക്കേണ്ടി വരുന്ന ഹിന്ദു ആചാരപ്രകാരം മറ്റൊരു വിഭാഗം സംസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര ദുര്യോഗമാണെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ സുഭാഷ് ബാഗേൽ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്റർ കഴിഞ്ഞ ജനുവരിയിലാണ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ രമേഷ് ഭൂപാൽ. ഈ രമേഷ് ബാഗേൽ എന്ന് പറയുന്നയാൾ സ്വന്തം അച്ഛൻ്റെ മൃതദേഹവുമായി 25 കിലോമീറ്റർ ദൂരം പോയിട്ടാണ് സംസ്കരിക്കുന്നത്. അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് ഹിന്ദു ആചാരപ്രകാരം മാത്രമേ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ സംസ്കരിക്കാൻ പറ്റൂ. ഒരു ദളിത് ക്രിസ്ത്യനായിട്ടുള്ള പുരോഹിതൻ
പുരോഹിതനെ ഇവിടെ സംസ്കരിക്കാൻ പറ്റില്ല. മൃതശരീരങ്ങൾ പോലും ശ്മശാനങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്ത് ഹിന്ദു ആചാരപ്രകാരം വീണ്ടും മറവു ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഛത്തീസ്ഗഡിലെ ഒരു രീതി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര ക്രൂരമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ജീവിക്കുന്ന മനുഷ്യരല്ലേ? ആർട്ടിക്കിൾ 25 നമുക്ക് നൽകുന്ന മതപരമായ ഭരണഘടന അവകാശമില്ലേ? എന്താണ്? റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്നുള്ളതാണ്. ഏതു മതത്തിൽ വിശ്വസിക്കാനും ഏതു മതം പിന്തുടരാനും ഏതു മതത്തിൽ നിങ്ങൾക്ക് പ്രചരണം നടത്താനുമുള്ള അവകാശം ഇന്ത്യയിൽ ഉണ്ട്. അത് നിർബന്ധിത പരിവർത്തനമാകരുത് എന്ന് മാത്രമേ അതിലുള്ളൂ. ഇവിടെ ഒരു നിർബന്ധിത പരിവർത്തനവുമില്ല, ഒരു പരാതിയുമില്ല. നിങ്ങൾക്കൊപ്പം 19 വയസ്സും 22 വയസ്സും പ്രായമുള്ള പെൺകുട്ടികൾ ഒരു സഭയിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അവരെ തടഞ്ഞു നിർത്തി ആധാർ കാർഡും സമ്മതപത്രവും ചോദിച്ച് അവരെ കൊണ്ടുപോകുന്ന കന്യാസ്ത്രീകളെ തടങ്കലിലടച്ച് കള്ളക്കുറ്റങ്ങൾ ചുമത്തി അവർക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നൊരു ഏർപ്പാടാണ് ഈ നാട്ടിലുള്ളത് എന്നത് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൗരന്മാരിൽ ഒരു വിഭാഗത്തെ അവർ വിശ്വസിക്കുന്നത് ക്രിസ്തീയ സമുദായം ആയതുകൊണ്ട് രണ്ടാം പൗരന്മാരായും മൂന്നാം പൗരന്മാരായും കണക്കാക്കുകയും അവർക്ക് ഈ രാജ്യത്ത് സഞ്ചരിക്കുന്നതിന് വേണ്ടി സാധാരണ നമുക്കുള്ള അവകാശങ്ങൾ ഇല്ലാതിരിക്കുകയും അവർക്ക് ആധാർ കാർഡും സമ്മതപത്രവും സാക്ഷ്യപ്പെടുത്തിയാലേ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ എന്ന സാഹചര്യം സംജാതമായിട്ടുണ്ട്. കേക്കുമായി വരുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം. ചില പള്ളികളിലേക്ക് സ്വർണ്ണക്കിരീടവുമായി വരുന്നവരെയും നിങ്ങൾ തിരിച്ചറിയണം. ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ്? 1999 ഈ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു പാതിരി 35 വർഷം കുഷ്ഠരോഗ രോഗികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന പാതിരിയ. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ 2 പിഞ്ചോമനകളായിട്ടുള്ള മക്കളെയും ആൺമക്കളെയും അവരെ എവിടെ വെച്ചാ ഒരു വാഹനത്തിൽ വെച്ച് കത്തിക്കുക, പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞു. ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും. പിന്നീട് 10 വർഷം കഴിയുമ്പോൾ 2008 വരുമ്പോഴേക്കും കാണ്ടമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കന്യാസ്ത്രീകൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. 1-2 60,000-ഓളം ക്രിസ്ത്യൻ വിശ്വാസികൾ ഭവനരഹിതരാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. മണിപ്പൂരിലേക്ക് വന്നാൽ നോക്കൂ, മണിപ്പൂരിലേക്ക് ഏറ്റവും ഒടുവിലെത്തുമ്പോൾ കണക്കുകൾ പ്രകാരം ഏകദേശം 600-ലധികം പള്ളികൾ അവിടെ കത്തിച്ചാമ്പലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആരംഭായി തെങ്കയിലും മെയ്തിലിപൂണും എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട സംഘടനകൾ കുക്കി വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വലിയ ആക്രമണം ഉണ്ടാവുന്നു. 642 പള്ളികൾ ചുട്ടരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. തീർന്നില്ല. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് പെന്തക്കോസ്ത് സുവിശേഷകനായ പ്രിയോസാധൻ പോട്ടൻ എന്ന് പറയുന്ന ഒരു പുരോഹിതനെ തല്ലി മർദ്ദിച്ച് മൃതപ്രായനാക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. എത്രയെത്ര ആക്രമണങ്ങളാണ് ഓരോ തവണയും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് നമ്മൾ 2 മലയാളി വൈദികരെ ക്രൂരമായി ആക്രമിക്കുകയും ഒടുവിൽ അവര് പരിക്കേറ്റ് നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്ത സാഹചര്യം ഉണ്ടാവുന്നത്. ഛത്തീസ്ഗഡിൽ നാരായൺപൂരിൽ ഇതിനു മുമ്പ് തന്നെ ഇതേ ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ വേളയിൽ നടത്തിയ വലിയ ആക്രമണത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഝാൻസിയിൽ വൈദികർക്കെതിരെ ആക്രമണം നടത്തിയ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ ചിക്കമംഗ്ലൂരുവിൽ അതേപോലെ ഉടുപ്പിയിൽ ഒക്കെ ആക്രമണം നടത്തിയത് BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഹിന്ദു ജാഗരൺ മഞ്ചിനെ പോലെ, ഹനുമാൻ സേനയെ പോലെ, ഈ ബജരംഗ ദളിനെ പോലെയുള്ള ഫ്രിഞ്ച് എലമെന്റുകളായിട്ടുള്ള സംഘടനകൾ ക്രിസ്തീയ സഭകൾക്കെതിരെയും അവരുടെ വിശ്വാസികൾക്കെതിരെയും ആക്രമണം നടത്തുന്നു. എന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർ കേക്കുമായിട്ട് വരുന്നു. നമ്മുടെ നാട്ടിൽ വന്ന് ഒരു പൊതുശത്രുവത മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് വർഗീയ പ്രചരണം നടത്തുന്നു. എന്നിട്ട് നർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ ആശയങ്ങൾ ഇതേ പുരോഹിതരെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഒടുവിൽ ഏതും പോരാഞ്ഞ് വഖഫ് അടക്കമുള്ള വിഷയങ്ങളിൽ പോലും ആ ആശയം കടത്തിവിടാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹൈന്ദവ ദേശീയതയുടെ ഭാഗമായി അവർക്ക് തടസ്സം നിൽക്കുന്ന വിഭാഗങ്ങളെ അവർ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ചത് 1966-ലാണെങ്കിൽ ഇന്ന് അവർക്ക് നേരെയുള്ള ഉന്മൂലന ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഏതു വസ്ത്രമിട്ടും ഏതു വിശ്വാസത്തിലുള്ളവനും നിർഭയം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പൗരാവകാശമുണ്ട്. ആ പൗരാവകാശത്തെ ഹനിച്ചുകൊണ്ടാണ് ഇന്ന് ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ ബജരംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെയും ആ 3 യുവതികളെയും തടഞ്ഞിരിക്കുന്നത്. സഭ ആശങ്കപ്പെടുന്നത് പോലെ ഈ കന്യാസ്ത്രീ വേഷമിട്ട്, ഈ പുരോഹിത വേഷമിട്ട് എത്ര കാലം ഇങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയും? ആശങ്കയാണെന്നേ. അവർ ഓരോരുത്തരും ഈ വിവിധ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സഭകൾ ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചെറുതല്ലാത്ത ആശങ്കയാണ്. നമുക്ക് സംഭവിക്കുന്നത് വരെ നമ്മൾ അപകടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ വേണ്ടി ഒരാളും ഉണ്ടാവില്ല എന്നതൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. കേക്കും ഈ പറയുന്ന സ്വർണ്ണ
സ്വർണ്ണ കിരീടവുമായി വരുന്നവരെ തിരിച്ചറിയണം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. അത് സഭ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ രണ്ട് കന്യാസ്ത്രീകളും ഇപ്പോൾ അവിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. രണ്ട് കന്യാസ്ത്രീകളും കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതാണ് മാത്രമല്ല, എത്ര ബജരംഗദൾ പ്രവർത്തകരെ നിങ്ങൾക്കറിയാം. കുഷ്ഠരോഗ പ്രവർത്തകർക്കിടയിൽ അവരെ കുഷ്ഠരോഗത്തിൽ നിന്ന് മാറ്റി അവരെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരെ എത്ര അറിയാം. എത്ര സ്കൂളുകൾ സ്ഥാപിച്ച് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിച്ചു വന്ന ബജരംഗദൾ പ്രവർത്തകരെ നിങ്ങൾക്കറിയാം. ഈ ഹനുമാൻ സേന പ്രവർത്തകരെ നിങ്ങൾക്കറിയാം. ഈ എലമെന്റുകളെ തീർച്ചയായിട്ടും നമ്മളുടെ സാമൂഹിക മതേതര സമുദായ ജീവിതത്തിന് എതിരാണ്. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഈ സംഘടനകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇത് സഭ തിരിച്ചറിയും എന്ന് തന്നെയാണ് നമ്മൾ